ഹായ് എവരി വൺ. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അത് 2025 തുടക്കത്തിൽ തന്നെ 1-ാം തീയതി തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 2024 കുറേ കാര്യങ്ങൾ സംഭവിച്ചു. കുറേ കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒരു കയറ്റവും ഒരു ഇറക്കവും പിന്നെയും കയറ്റവും ഇറക്കവും എന്ന് പറയുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ കുറേ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പഠിക്കാൻ പറ്റി. 2024 എന്ന് പറയുന്ന വർഷം കുറേ ആളുകളെ പഠിക്കാനും കുറേ കാര്യങ്ങൾ പഠിക്കാനും എങ്ങനെ മുന്നോട്ട് ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ തുടങ്ങി. ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകാൻ പറ്റി. അങ്ങനെ കുറേ ആളുകളെ, പുതിയ ആൾക്കാരെ കാണാനും പുതിയ മനുഷ്യന്മാരെ ആയിട്ട് പരിചയപ്പെട്ട്, കാരണം ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പല പല അസുഖങ്ങൾ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓരോ അവസ്ഥയിൽപ്പെട്ട് വന്ന് വിഷമിക്കുന്ന പല ആൾക്കാരെ കാണാനും അവരുമായിട്ട് അവരുടെ വിഷമങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. ചില സമയങ്ങളിൽ അവരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് നമ്മളും നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പല സന്ദർഭങ്ങളിലും കണ്ണു നിറയുന്ന അവസ്ഥയും, അതുപോലെ തന്നെ ചിലർ സന്തോഷത്തോടുകൂടി പോകുന്നത് കാണുമ്പോൾ നമ്മളെ മനസ്സ് നിറയുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും നമ്മളൊരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നല്ല, സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിക്കാനും, വീഴ്ചകളില്ലെങ്കിൽ പോലും ചിലപ്പോൾ അത് വീഴ്ചകളായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ, മുകളിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമുക്ക് തരുന്ന കമാൻഡുകൾ അനുസരിച്ചാണ് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്കനുസരിച്ച് നമ്മൾ വൃത്തിക്കും ജോലിയൊക്കെ ചെയ്ത് പോകുമ്പോൾ പോലും പല സാഹചര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നതൊന്നും പോരായികയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഇകഴ്ത്തി കളയുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഇത് കേട്ട് പലതവണയും തലകുനിക്കേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിൽ പോലും നമ്മൾ മനസ്സ് പതറാതെ വീണ്ടും ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര വർക്ക് ചെയ്താലും, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താലും, ചില സാഹചര്യങ്ങളിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ നീ എന്നാ ചെയ്ത എന്നുള്ള ചോദ്യം തന്നെ കേൾക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മളിൽ ഉണ്ടാകാറുമുണ്ട്. പല ആളുകൾക്ക് അത് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിടിയാനുള്ള സാഹചര്യങ്ങൾ വരെയുണ്ട്. എന്നിരുന്നാലും പിടിച്ചു നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് വിജയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം എത്ര ആട്ടുംതുപ്പും കേട്ടാലും നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്ന് പോലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ മനസ്സ് ആ ഒരു പരുവത്തിലേക്ക് എത്തും. ശരിക്കും മുന്നോട്ടേക്കുള്ള ഇനിയുള്ള വർഷം, ഈ പുതിയ വർഷമാണെങ്കിൽ പോലും വരുന്ന വലിയ സാഹചര്യങ്ങൾ നേരിടാനായിട്ട് മനസ്സ് തയ്യാറെടുപ്പോടുകൂടി തന്നെ എന്നെപ്പോലെ പല ആൾക്കാരും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ഉള്ള മനസാന്നിധ്യം ഉണ്ടാകണം, നല്ല മനസ്സുണ്ടാകണം. എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ലഹരിക്കോ മറ്റു കാര്യങ്ങൾക്കോ അടിമയാകാതെ. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, ഓരോ ദിവസവും വാർത്തയിൽ കാണുന്നത് ലഹരി ഉപയോഗം, അല്ലെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, കാര്യങ്ങൾ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളൊരു ബാധ്യതയാകാതെ, മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ ജീവിച്ച് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി സുഖമായിട്ട് ജീവിച്ച് പോകാൻ നോക്കുക. നമ്മൾ മത്സരബുദ്ധിയോടുകൂടി അവനേക്കാൾ നന്നാകണം എന്നുള്ള നന്നാകണം, മറ്റൊരാളെക്കാളും നന്നാകുന്നതെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിന് മറ്റൊരാൾക്ക് ഉപദ്രവമായിട്ട് ഒരിക്കലും മുന്നോട്ടേക്ക്, ഒരാളെ ഉപദ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ ചവിട്ടിക്കൊണ്ട് പടവുകൾ കയറാതെ, ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതുവത്സരം അല്ലെങ്കിൽ
ഈ 2025 തുടക്കം മുതൽ എല്ലാവർക്കും, എല്ലാ ആൾക്കാർക്കും ഒരു നല്ല വർഷമാകട്ടെ. എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.